ഈ പാർട്ടിയിലെ പേയ്മെൻറ്റ് സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് തെറ്റാണോ? ഈ യൂത്ത് കോൺഗ്രസ്സിൽ ഒരു വോട്ട് കിട്ടിയ ആൾ 10,000 വോട്ടൊന്നുമല്ലല്ലോ കിട്ടിയത്, സ്വന്തം വോട്ട്. ഇപ്പം ഞാനൊരു ഇലക്ഷന് മത്സരിക്കുകയാണ്, ഈ ലോകം മുഴുവൻ എൻ്റെ ശത്രുക്കളാണെങ്കിൽ അധികാരമില്ലാത്ത കാലത്ത് കുറഞ്ഞ പക്ഷം എൻ്റെ മോൻ്റെ 2 കൂട്ടുകാരെങ്കിലും ചെയ്യും വോട്ട്. മോൻ ഇവിടെ ഇല്ലെങ്കിൽ 3 വോട്ടെങ്കിലും കിട്ടും. ഞാൻ പറയാൻ എന്നെ അനുവദിക്കുക പ്ലീസ്, എന്നിട്ട് താങ്കൾക്ക് എന്നോട് ചോദിക്കാം. കാരണം ഇന്നലെ ഒരു ചാനലിനെ അവർ സ്വാധീനിച്ചിട്ട് ആ ചാനലിൽ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. കാരണം അവിടെ VD സതീശൻ അതിൻ്റെ മാനേജ്മെൻറ്റിനെ വിളിച്ചു, ദയവ് ചെയ്ത് സിമി റോസ്ബലിൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കല്ലേ എന്ന് കാല് പിടിച്ച് അപേക്ഷിക്കണം. എൻ്റെ മൊബൈലിലുണ്ട്. മനസ്സിലായോ? എന്തിനാണ് എന്നെപ്പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബയായോ വിധവയായ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ? ഈ പാർട്ടി എൻ്റേതും കൂടിയല്ലേ? അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല. അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും. ഒരു കൂട്ടുകാരൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്ത് വിടും. 3000 രൂപ കൊടുത്താൽ 3 മാസം കഴിയുമ്പോൾ അത് 5000 രൂപയാവും. ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീശ, വന്ന വഴി മറക്കരുത്. പിന്നെ DCCയിൽ അദ്ദേഹത്തെ കയറ്റാതിരുന്നിട്ടുണ്ട്. NSUവിൻ്റെ സെക്രട്ടറിയായിട്ട് ഒരു ദിവസം മോളിൽ നിന്ന് ഇങ്ങനെ കെട്ടി നൂലിന് വന്ന് ഈ രാജ്യസഭ വന്ന പോലെ. അന്ന് YMCയിലെ സ്വീകരണത്തിന് ഞാനെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മര്യാദ കൊണ്ട് പോയി. അതും മറക്കരുത് സതീശ. പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ AK ആൻ്റണിയുടെ കൈ അദ്ദേഹം തട്ടിമാറ്റും പ്രസ് കോൺഫറൻസിന്. കാരണം അദ്ദേഹം ഭാവി മുഖ്യമന്ത്രിയാണല്ലോ. UDF കൺവീനർ MM ഹസൻ്റെ കൈ അദ്ദേഹം പിടിച്ചു മാറ്റും. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാണല്ലോ. ലോകം ആദരിക്കുന്ന ശശി തരൂറിനെ അദ്ദേഹം ഊതി വേർപ്പിച്ച ബലൂണാന്ന് പറയും. അദ്ദേഹത്തിന് ആരെയും പേടിയില്ല. കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണല്ലോ. കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്ന, ക്ഷമിക്കണം കേട്ടോ, ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി വരും.